ആഹാ എന്തുവാ ഈ ഉണ്ടാക്കുന്നേ? എന്റെ മോളെ ഇത് നെല്ലിക്കാച്ചാറാ. ആഹാ പൊളിയാണല്ലോ. പിന്നെ എന്തുവാ ഈ കറുത്തൊക്കെ ഇരിക്കുന്നേ? ഇത് ഈന്തപ്പഴം. ഓ നെല്ലിക്ക ഈന്തപ്പഴം അച്ചാറോ? നെല്ലിക്ക ഈന്തപ്പഴം കൂടെ അച്ചാറാ ഇത്. ഇത് എപ്പോ വേണേലും കഴിക്കാം. ഇപ്പൊ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ കഴിക്കാൻ തുടങ്ങാം. അമ്മ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന കാണിച്ചാലോ? കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ. നെല്ലിക്ക കഴുകി ആവിയിൽ വേവിച്ചെടുക്കാം. മോളെ ചട്ടി ചൂടായി, ഇനി എണ്ണ ഒഴിക്കോ കേട്ടോ. ചൂടായി എണ്ണ വറ്റല മുളക് ഇടുവാന്നേ, കടുക് ഇടുവാന്നേ, ഇഞ്ചി ഇടുവാന്നേ, വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഈന്തപ്പഴം ഇടുക. ഈന്തപ്പഴം ഇട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടണം. ഈന്തപ്പഴം വാടി ഇനിയിപ്പം നമ്മൾ നെല്ലിക്ക അങ്ങോട്ടിട്ട് വാട്ടും. ഉപ്പ് ഇടുവാന്നേ. ഇപ്പോഴും ഈ നെല്ലിക്കായേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നാളെ തൊട്ടോ അല്ല ഇന്ന് തൊട്ടോ ഉപയോഗിക്കാം. അല്ലാന്ന് വെച്ചാൽ പഴകിയത് പോലുള്ള ടേസ്റ്റ് വരും. കുറച്ച് വിനാഗിരി ഒഴിക്കാൻ പോവുകയാന്നേ കേട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി നമ്മൾ ഇടുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇനി കായപ്പൊടി ഇടും. കായപ്പൊടി ഇടുക. മുളക് എല്ലാം ഉണ്ട്, അടിപൊളി. എന്നാ മോള് ഒന്ന് നോക്കിക്കേ. നോക്കാവേ. അപ്പൊ നെല്ലിക്ക അച്ചാർ റെഡിയായി. മോളൊന്ന് നോക്കിക്കേ ഇത് എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ നെല്ലിക്ക ഈന്തപ്പഴം അച്ചാറാണ്. ടേസ്റ്റ് ചെയ്യട്ടെ. അയ്യോ ചോറിനാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് സൂപ്പർ. എന്ന് വെച്ചാൽ സാധാരണ നെല്ലിക്ക അച്ചാർ ഇട്ട് കഴിഞ്ഞേ കുറേ ദിവസം എടുക്കുമല്ലോ നമ്മള് കഴിക്കാൻ. 2-3 ദിവസമെങ്കിലും എടുക്കും. ഇതാകുമ്പോ ഇന്നോട്ട് നമുക്ക് കഴിക്കാം. അത് നമ്മൾ എന്ത് ചെയ്താലും അന്നന്ന് കഴിക്കത്തക്ക രീതിയിൽ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ആളുകൾ കണ്ടത് കൊതിക്കരുത്, തിന്നണം. അപ്പഴേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ